ഹയർ സെക്കൻഡറി ഒന്നാം വർഷ ചരിത്ര പാഠഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീം 3 ആണ്. ആൻ എംപയർ അക്രോസ് 3 കോണ്ടിനെൻറ്റ്സ്. പ്രമേയം 3 വൻകരകളിലേക്ക് വ്യാപിച്ച ഒരു സാമ്രാജ്യം. അപ്പോൾ ഇതിൽ എല്ലാ പാഠങ്ങളിലും പറയുന്നത് പോലെ ഉറവിടങ്ങൾ പറഞ്ഞു. പിന്നെ എക്സാം സംബന്ധിയായ ചോദ്യമാണെന്ന് പറഞ്ഞ് ഇറാനിയൻ എംപയറും റോമൻ എംപയറും തമ്മിലുള്ള വ്യത്യാസം, അവിടുന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ അടുത്ത പ്രത്യേകതയിലോട്ട് ഇത്രയും വലിയൊരു സാമ്രാജ്യം എങ്ങനെ അക്കാലത്ത് ഭരിക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അർബനൈസേഷനിലൂടെയാണ് അത്രയും വലിയൊരു സാമ്രാജ്യം ഭരിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ ആൻസർ പറഞ്ഞു. പിന്നീട് എക്സാം പോയിൻ്റായിട്ട് 3rd സെഞ്ച്വറി ക്രൈസിസ്, 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി, അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു. നിസ്സാരമായിട്ട് പഠിക്കാവുന്നതാണ്. ജെൻഡർ ലിറ്ററസി കൾച്ചർ, അപൂർവമായിട്ട് എക്സാമിനേഷന് ആ നാട്ടിലെ ജെൻഡർ ലിറ്ററസി കൾച്ചർ, സാംസ്കാരികപരമായിട്ട് സാക്ഷരതയിൽ ആൺപെൺ വ്യത്യാസമൊക്കെയുള്ള ആ സമൂഹത്തിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് തൊട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമിക് എക്സ്പാൻഷൻ, ആ നാട്ടിലെ വരവുകൾ, എന്തൊക്കെ വരുമാന മാർഗ്ഗങ്ങൾ, ഹാർബേഴ്സ്, മൈൻസ്, ക്വാറീസ്, ബ്രിക്ക് യാർഡ്സ്, ഒലിവ് ഓയിൽ ഫാക്ടറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ എക്കോണമി, ആ നാട്ടിൻ്റെ സമ്പദ് വ്യവസ്ഥ, അതിനെപ്പറ്റി പറഞ്ഞു. പിന്നീട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കൺട്രോളിങ് വർക്കേഴ്സ്, സ്ലേവറി, എല്ലാമുള്ള റോം. അപ്പോൾ നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പബ്ലിക്കൻ ഭരണവും ഏകാധിപത്യത്തിനെതിരെ സമരങ്ങളും നിയമവാഴ്ചയും സ്ത്രീകൾക്ക് നല്ല പരിഗണനയും എല്ലാം കൊടുക്കുന്ന റോമൻ സമൂഹത്തിൻ്റെ എന്നത്തെയും വലിയ ശാപം അത് കെട്ടിപ്പൊക്കിയിരുന്നത് അടിമത്തത്തിലായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കൺട്രോളിങ് വർക്കേഴ്സ്. അപ്പോൾ പൂർണ്ണമായും അടിമത്തത്തിലല്ല എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും കൂലിപ്പണിക്കാരെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്, സ്ലേവ്സിനെ കൂടാതെ കൂലിപ്പണിക്കാരെ ഉപയോഗിച്ചിരുന്നുള്ളത്, അതും ഒരു എക്സാം പോയിന്റോട്ടുണ്ട്. വേജ് ലേബർ, എക്സ്റ്റെൻസീവായിട്ട് തന്നെ വേജ് ലേബർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകൾക്കാകുമ്പോൾ വർഷം മുഴുവൻ ആഹാരം കൊടുക്കേണ്ടി വരുമ്പോൾ മറ്റവർക്ക് അന്നുള്ള കൂലി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഈ അടിമകളെ എങ്ങനെ പോറ്റാമെന്നുള്ളതിനെക്കുറിച്ച് കൊലുമല്ലെ പോലുള്ളവർ അഭിപ്രായങ്ങളും, പിന്നെ പ്ലിനിയെ പോലുള്ള ഒരു അടിമകളോട് പെരുമാറുന്ന രീതി, മോശപ്പെട്ട രീതികളെക്കുറിച്ച് പറഞ്ഞേക്കുന്നു. അവിടുത്തെ ചന്ദനത്തിരി, സാമ്പ്രാണി ഫ്രാങ്കൻസ്റ്റൈൻ ഫാക്ടറീസിലൊക്കെ അടിമകളെ പരിശോധിക്കുന്നത്, ഉടുവസ്ത്രങ്ങൾ പോലും അഴിച്ച് അവരെ പരിശോധിക്കാനുള്ള അധികാരം, കാലുകൾ ചങ്ങലയ്ക്ക് ബന്ധിച്ചിട്ടിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ മോശപ്പെട്ട അന്നത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യം അഭിമാനകരമായ ഒന്നാണെങ്കിലും അതിനുള്ളിലെ എല്ലാ നന്മകളും ഇല്ലാതാക്കിക്കൊണ്ട് ഈ അടിമത്തം നിലനിൽക്കുന്നു. ഇന്ത്യൻ സംസ്കാരം നോക്കാം. ലോകോത്തരമായ ഈ സംസ്കാരത്തിൽ നമ്മുടെ ജാതി സമ്പ്രദായം, മോശപ്പെട്ട ഒരു വ്യവസ്ഥ അതുകൂടി ഇല്ലായിരുന്നുണ്ടെങ്കിൽ, അപ്പോൾ എല്ലാം തികഞ്ഞതില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം അല്ലേ, ഇല്ലായിരുന്നു ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല സംസ്കാരമായിട്ട് തന്നെ നമുക്ക് ഇന്ത്യയുടെ കൾച്ചർ നിലനിൽക്കാറ്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒക്കെ പ്രസക്തിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ അടിമത്ത സമ്പ്രദായം നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞു തീർത്തിട്ടില്ലായിരുന്നു. അടിമകൾ യുദ്ധത്തടവുകാരാണ്, വാർ സ്ലേവ്സിനെയാണ് അവർ സ്ലേവ്സ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ആ ജനസംഖ്യയിൽ തന്നെ നല്ലൊരു വിഭാഗം, ഏതാണ്ട് 50% വരുന്ന ഒരു വിഭാഗം തന്നെ അടിമകളാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ അടിമ കരാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിമകളായിട്ട് തന്നെ ഇവരെ നിൽക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന്. മെനി പ്രൈവറ്റ് എംപ്ലോയീസ് യൂസ്ഡ് ഡെപ്റ്റ് കോൺട്രാക്ട്സ് ടു കൺട്രോൾ ദ വർക്കേഴ്സ്. ഡെപ്റ്റ് കോൺട്രാക്ട്സ്, അടിമകളെ കടത്തിലാക്കിയിട്ടൊരു കടക്കരാറുണ്ടാക്കും. ഈ കടക്കരാർ ഒരിക്കലും അടച്ചു തീർക്കാൻ കഴിയാത്ത ഈ കടത്തിൻ്റെ പേരിൽ ഇന്നും ഇയാൾക്ക് അടിമകളായിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ എംപ്ലോയീസ് ബ്രോട്ട് എ ലോട്ട് ഓഫ് പൂറർ ഫാമിലീസ് ഇൻ ടു ദ ഡെപ്റ്റ് ബോണ്ടേജ് മേക്കിംഗ് ദം സ്ലേവ്സ്. കടക്കെണിപ്പെടുത്തുന്ന, അതിൻ്റെ അർത്ഥം അത് തന്നെ. ഈ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ ആവശ്യങ്ങളോ വരുമ്പോൾ അവർ കടം കൊടുത്ത് ആ കടക്കരാർ വെച്ച് അവരെ എന്നും കടത്തിൽപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി പറഞ്ഞാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. വൺ ഓഫ് ദ റീസെൻ്റ്ലി ഡിസ്കവേർഡ് ലെറ്റേഴ്സ് ഓഫ് അഗസ്റ്റൈൻ മെൻഷൻസ് ദാറ്റ് പേരൻസ് സംടൈംസ് സോൾഡ് ദെയർ ചിൽഡ്രൻ ഇൻ ടു സർവിറ്റ്യൂഡ് ഫോർ പീരീഡ് ഓഫ് 25 years. നമ്മൾ സെൻറ്റ് അഗസ്റ്റിനെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞതൊക്കെ വിവരങ്ങളാണ്. ചിലപ്പോൾ ഈ പട്ടിണി കൊണ്ട്
ചില രക്ഷകർത്താക്കൾ സ്വന്തം മക്കളെ അടിമകളാക്കി 25 വർഷത്തേക്കൊക്കെ അടിമയാക്കിയും കൊടുക്കുകയാണ്. അപ്പോൾ അത്രയും നാളത്തേക്കുള്ള പൈസയും വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മോശപ്പെട്ട സമ്പ്രദായങ്ങളൊക്കെ അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഇന്ന് പഠിക്കാനുള്ളത് സോഷ്യൽ ഹൈറാർക്കീസ് എന്നാണ്. സോഷ്യൽ ഹൈറാർക്കീസ്, സാമൂഹ്യ ശ്രേണികൾ, റോമിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ശ്രേണികൾ. There were many different social groups in Roman Empire. വ്യത്യസ്തങ്ങളായ സോഷ്യൽ ഗ്രൂപ്പുകൾ, സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഓരോന്നായിട്ട് നോക്കാം. സെനറ്റേഴ്സ്, മലയാളവും സെനറ്റർമാർ തന്നെ. ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഇക്വസ്റ്റേറിയൻ ക്ലാസ് ഓർ നൈറ്റ്സ് ഓർ ഇക്വിറ്റസ്. അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ, ഇക്വിറ്റസ്. ദ റെസ്പെക്റ്റബിൾ സെക്ഷൻ ഓഫ് ദ പീപ്പിൾ ഓർ മിഡിൽ ക്ലാസ്. ജനങ്ങളിലെ ആദരണീയ വിഭാഗം അഥവാ മധ്യവർഗം. അപ്പോൾ ഒന്നാമത്തെ സെനറ്റർമാർ, രണ്ടാമത്തെ അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ, മൂന്നാമത്തത് ജനങ്ങളിലെ ആദരണീയ വിഭാഗം, നാലാമത്തത് ദ അൺകെംപ്റ്റ് ലോവർ ക്ലാസ് ഹു വെയർ അഡിക്റ്റഡ് ടു ദ സർക്കസ് ആൻഡ് തിയേറ്ററിക്കൽ ഡിസ്പ്ലേസ്. ഹ്യൂമിലിയോസ് എന്നും അവരെ വിളിക്കും. സർക്കസിനോടും രംഗപരമായ പ്രദർശനങ്ങളോടും ആസക്തരായ കീഴാള വർഗങ്ങൾ. അപ്പോൾ അവരെ ഹ്യൂമിലിയോസ് എന്ന് വിളിക്കാം. എന്താണ് ഹ്യൂമിലിയോസ് എന്നൊക്കെ നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കാം. 5 സ്ലേവ്സ്. അപ്പോൾ ഫസ്റ്റ് സെനറ്റേഴ്സ്, സെക്കൻഡ് ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഇക്വസ്റ്റേറിയൻ ക്ലാസ്, തേർഡ് റെസ്പെക്റ്റബിൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് മിഡിൽ ക്ലാസ്, ഫോർത്ത് ദ അൺകെംപ്റ്റ് ലോവർ ക്ലാസ് ഹു ആർ അഡിക്റ്റഡ് ടു സർക്കസ് ഓർ സച്ച് ആൻഡ് സച്ച് ഡിസ്പ്ലേസ്, ഫിഫ്ത്ത് സ്ലേവ്സ്. ഇത്രയും വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പൊതുവിലായിട്ടും നമുക്ക് നോക്കണം, ഓരോരുത്തരായിട്ട്. അപ്പോൾ 5 എണ്ണം നിങ്ങളുടെ ഒരു പേപ്പറിലോട്ട് എഴുതി കഴിഞ്ഞാൽ ഈ 5 എണ്ണം നിങ്ങൾക്ക് 5 മിനിറ്റ് പോലും വേണ്ട നിങ്ങളുടെ പ്രായത്തിൽ അത് കാണാൻ പഠിക്കാൻ. അപ്പോൾ അതിൽ ഒന്നാമത്തായിട്ട് നമ്മൾ പഠിച്ചതാണ് സെനറ്റേഴ്സിനെ പറ്റി, ആവർത്തനമാണ്. ദ സെനറ്റേഴ്സ് വെർ ദ മോസ്റ്റ് പവർഫുൾ ആൻഡ് വെൽത്തി സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഏറ്റവും പവർഫുള്ളായ ശക്തന്മാരും ഏറ്റവും പണക്കാരുമായിട്ടുള്ള ആൾക്കാർ സമൂഹത്തിലെ സെനറ്റർമാർ തന്നെയാണ്. ദേ വെയർ ലാൻഡ് ലോഡ്സ്, ഒരു ഭൂവുടമകളായിരുന്നു. ഇൻ ദ ഇയർലി 3rd century ദ സെനറ്റ് നമ്പേർഡ് 1000 മെമ്പേഴ്സ്. ഒരു 3-ാം നൂറ്റാണ്ടിലൊക്കെ സെനറ്റിൽ 1000 അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി ഹാഫ് ഓഫ് ദം കെയിം ഫ്രം ഇറ്റാലിയൻ ഫാമിലീസ്. അതിൻ്റെ പകുതിയും ഇറ്റലി എന്ന് പറയുന്ന ചെറിയ ആ ഒരു സ്ഥലത്തെ മാത്രമാണ്. അപ്പോൾ ഇറ്റലിയുടെ ഡോമിനേഷൻ ആയിരുന്നു അന്ന്. അടുത്ത നൈറ്റ്സ്, ഇക്വിറ്റസ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. വേർ ദ സെക്കൻഡ് പവർഫുൾ ആൻഡ് വെൽത്തിയസ്റ്റ് സെക്ഷൻ ഇൻ ദ സൊസൈറ്റി. നൈറ്റ്സ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും KNIGHTS, നൈറ്റ്സ് എന്ന്. ഇവിടെ നമ്മൾ ലീഡിംഗ് മെമ്പേഴ്സ് ഓഫ് ദ ഇക്വസ്റ്റേറിയൻ ക്ലാസ്, അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ നമ്മളിത് പറഞ്ഞതാണ്. സോഷ്യൽ ഡിവിഷൻസിനകത്താണ് എഴുതിയേക്കുന്നത്. സെനറ്റേഴ്സ്, ഇക്വസ്റ്റേറിയൻ ക്ലാസ്, റെസ്പെക്റ്റബിൾ സെക്ഷൻ, ലോവർ ക്ലാസ്സസ് ആൻഡ് സ്ലേവ്സ്. അപ്പോൾ ഈ ഇക്വസ്റ്റേറിയൻ ക്ലാസ്സസ് ആണ് നൈറ്റ്സ്. അപ്പോൾ ആ യോദ്ധാക്കളാണ് ഇവർ, നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ യോദ്ധാക്കൾ. ഇപ്പോൾ ഈ ചില ഷേക്സ്പീരിയൻ ഡ്രാമകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വമ്പൻ യോദ്ധാക്കളുടെ ഫാമിലിയിൽ പെട്ടവർ. അതിലെ ഒരു ഫാമിലിയിലെ ചെറുക്കനും ഒരു ഫാമിലിയിലെ പെണ്ണും ഇവർ തമ്മിലുള്ള പ്രണയവും അത് ദുരന്ത കാവ്യങ്ങളാവുന്നതും. അപ്പോൾ ആ കാലത്ത് യൂറോപ്പിലെ കാഴ്ചകളായിരുന്നു അതൊക്കെ. അശ്വാരൂഢ, അപ്പോൾ കുതിര പടയാളികൾ അവരാണ്. ദ നൈറ്റ്സ് ഓർ ഇക്വിറ്റസ് വെയർ ദ സെക്കൻഡ് പവർഫുൾ ആൻഡ് വെൽത്തിയസ്റ്റ് സെക്ഷൻ ഇൻ ദ സൊസൈറ്റി. അപ്പോൾ സമൂഹത്തിലെ രണ്ടാമത്തെ ശക്തന്മാരും പണക്കാരുമായിട്ടുള്ളവർ ഈ നൈറ്റ്സ് ആയിരുന്നു. മോസ്റ്റ് ഓഫ് ദം വെയർ ലാൻഡ് ലോഡ്സ്. അപ്പോൾ അവരും വെറും യോദ്ധാക്കളായിട്ട് നടക്കുമല്ല, അവരും ഭൂവുടമകളാണ്. അപ്പോൾ അന്നത്തെ പണം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ പണം എന്ന് പറഞ്ഞാൽ ഭൂമി ഉള്ള മാത്രമായിരിക്കത്തില്ലല്ലേ, ഭൂമി വേണ്ട, അല്ലാത്തുള്ള വിഭാഗത്തിനും പണമുണ്ട്. പക്ഷെ അന്നത്തെ പണക്കാരെന്ന് പറഞ്ഞാൽ ഭൂവുടമകളായിരിക്കും. റോമൻ സെനറ്റിൻ്റെ ചിത്രീകരണം കണ്ടില്ലേ? അപ്പോൾ ആരോ വരച്ച ചിത്രമാണെങ്കിൽ കൂടെ അവരുടെ ആഠ്യത്വം, കുതിരകളെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ അവരുടെ ആഠ്യത്വം നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. റോമൻ സെനറ്റ് സമൂഹത്തിൽ ഏറ്റവും കുലീന വർഗത്തിൽ നിന്നുള്ളവരെല്ലാം സെനറ്റിലോട്ട് എടുക്കും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നൈറ്റ്സുകളെ കുറിച്ചാണ്. ഈ സെനറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ വിഭാഗമായിട്ട് നിന്ന നൈറ്റ്സ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ദ ലേറ്റ് എംപയർ ദ സെനറ്റേഴ്സ് ആൻഡ് ദ നൈറ്റ്സ് ഹാഡ് മെർജ്ഡ് ഇൻ ടു യൂണിഫൈഡ് അരിസ്റ്റോക്രസി. അപ്പോൾ ഈ ലേറ്റ് എംപയർ, റോമൻ എംപയറിൻ്റെ 2ാം ഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ഇവർ രണ്ടും കൂടെ അങ്ങ് ഒരു വിഭാഗമായി. ആരൊക്കെയാണ്? സെനറ്റേഴ്സും നൈറ്റ്സും മെർജ്ഡ് ഇൻ ടു യൂണിഫൈഡ് അരിസ്റ്റോക്രസി.
ഒരൊറ്റ പ്രഭുവർഗം, കുലീന വർഗമായിട്ട് അവരങ്ങ് മാറി. അപ്പം മാറിക്കഴിഞ്ഞപ്പോൾ സെനറ്റേഴ്സ് എന്ന് തന്നെ കണ്ടപ്പോൾ തന്നെ നമ്മൾ മോസ്റ്റ് പവർഫുൾ, ഏറ്റവും ശക്തർ, ദേവർ ലാൻഡ് ഓണേഴ്സ്, ഇഷ്ടം പോലെ ഭൂമിയുള്ളവർ. ദർ വേർ തൗസൻഡ് സെനറ്റേഴ്സ് ഡ്യൂറിങ് ദ ബിഗിനിങ് ഓഫ് 3rd century. 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം 1000 സെനറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദം കെയിം ഫ്രം ഇറ്റലി. അപ്പോൾ ഈ പോയിന്റ്സൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരൊറ്റ വിഭാഗമായിട്ട് അങ്ങ് മാറി. അപ്പോൾ റോമിൽ ദ ലേറ്റ് റോമൻ അരിസ്റ്റോക്രസി വാസ് എനോർമസ്ലി വെൽത്തി, ഏറ്റവും സമ്പന്ന വർഗമായിട്ട് അങ്ങ് മാറി. പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഈ സെനറ്റർമാർ, പിന്നെ അവർ ഭയപ്പെട്ടിരുന്ന, അത്ര കുലീനരല്ലെന്ന് അവർ കരുതിയിരുന്ന നൈറ്റ്സും കൂടെ ഒന്നായിക്കൊണ്ട് ശക്തമായ ഒരു വർഗമായിട്ട് അവരങ്ങ് മാറി. ബട്ട് ദർ വെർ ലെസ് പവർഫുൾ ദാൻ ദ മിലിറ്ററി എലൈറ്റ്സ് ഹു കെയിം ഫ്രം ദ നോൺ അരിസ്റ്റോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ സെനറ്റേഴ്സിന് വലിയ സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അത്രയ്ക്കും കുലീന വർഗത്തിൽ നിന്നും വരാത്ത ഈ നോൺ അരിസ്റ്റോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള മിലിറ്ററി മെൻ, അവർക്കായിരുന്നു സമൂഹത്തിൽ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളത്. സമ്പത്തിൻ്റെ കാര്യത്തിൽ സെനറ്റർമാർക്കുള്ള അത്രയും ഇല്ലെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിരുന്നു ഈ പറഞ്ഞ റോമൻ ആർമിയിൽപ്പെടുന്ന വിഭാഗം, നമ്മൾ ഈ നൈറ്റ്സിലൊക്കെ പെടുന്ന ആൾക്കാർ. ഇത് കഴിഞ്ഞ് അടുത്തതാണ് ദ മിഡിൽ ക്ലാസ്. മധ്യവർഗം. പണ്ട് സമൂഹത്തിൽ മധ്യവർഗമില്ലായിരുന്നു. ടോപ്പ് ക്ലാസ്സും പിന്നെ ലോവർ ക്ലാസ്സും ഉള്ളായിരുന്നു. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ വലിയ പണക്കാരുമല്ല, ഒന്നുമില്ലാത്ത ദരിദ്രരുമല്ല, അത്യാവശ്യം കഴിഞ്ഞു കൊടുക്കും. ഒരു സമൂഹം, ഒരു രാജ്യത്തിൻ്റെ എക്കോണമി വളർത്തിക്കൊണ്ട് പോകുന്ന എപ്പോഴും അവിടുത്തെ മിഡിൽ ക്ലാസ് ആണ്. മിഡിൽ ക്ലാസ് അവർ വിദ്യാഭ്യാസം നേടി വളർന്ന് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് വളരുമ്പോൾ ആണ് അവർ എക്കോണമി ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ദ മിഡിൽ ക്ലാസ് കൺസിസ്റ്റഡ് ഓഫ് പേഴ്സൺസ് ഇൻ ദ ബ്യൂറോക്രസി ആൻഡ് ആർമി, പ്രോസ്പെറസ് മർച്ചൻസ് ആൻഡ് ഫാർമേഴ്സ്. മിഡിൽ ക്ലാസ് കൺസിസ്റ്റഡ് ഓഫ് പേഴ്സൺസ് ഇൻ ദ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃത്തം, അത് മിഡിൽ ക്ലാസ്സിനകത്ത് വരികയാണ്. പ്രോസ്പെറസ് മർച്ചൻസ്, സമ്പന്നരായ കച്ചവടക്കാർ. ആൻഡ് ഫാർമേഴ്സ്, നല്ല പൈസയുള്ള കൃഷിക്കാർ. ദിസ് റെസ്പെക്റ്റബിൾ മിഡിൽ ക്ലാസ് വെയർ എലിമെന്റ്സ് ഓഫ് ദ ഗ്രേറ്റ് സെനറ്റോറിയൽ ഹൗസസ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ ആദരണീയരായ മധ്യവർഗം എന്ന് പറയുന്ന ഈ വിഭാഗം ആൾക്കാർ ഈ സെനറ്റോറിയൽ ഹൗസസ്, സെനറ്റിനെ പോലുള്ള മഹാസഭകളുടെ സഖ്യകക്ഷികളായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ മധ്യവർഗം ആളായത് ഇങ്ങനെയാണ്. അവർ സെനറ്റിനെ പോലുള്ള മഹാസഭയിലെ മെമ്പർമാരുടെ സഖ്യകക്ഷികളായിട്ട് നിന്നാണ് ഇവർ വലിയ കക്ഷിക്കാരായിട്ട് മാറിയത്. അപ്പം നൈറ്റ്സിൻ്റെ കാര്യമാണ് വന്നത്. മിഡിൽ ക്ലാസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ഗ്രൂപ്പാണ്. ദേ ആൾസോ ലാൻഡ് ഓണേഴ്സ്. ഡ്യൂറിംഗ് ദ ലേറ്റ് റോമൻ എംപയർ ബോത്ത് സെനറ്റേഴ്സ് ആൻഡ് നൈറ്റ്സ് മർജ്ഡ് ആൻഡ് ബിഗിങ് യൂണിഫൈഡ് അരിസ്റ്റോക്രസി. ഒറ്റ അരിസ്റ്റോക്രസി ആയി. ദ എനോർമസ്ലി വെൽത്തി ബട്ട് ഇൻ മെനി വേസ് ലെസ് പവർഫുൾ ദാൻ മിലിറ്ററി എലൈറ്റ്സ്. സെനറ്റേഴ്സ് പിന്നെ ഇവർ മിലിറ്ററി എലൈറ്റ്സിനേക്കാൾ ഒരു പടി താഴെയായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സെനറ്റേഴ്സ് കഴിഞ്ഞ് നൈറ്റ്സും കഴിഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മിഡിൽ ക്ലാസ്സിനെ കുറിച്ചാണ്. മിഡിൽ ക്ലാസ്, അവിടുത്തെ മധ്യവർഗം ആവാനുള്ള കാരണം അപ്പോൾ ശരിക്കും സെനറ്റേഴ്സ് പോലുള്ളവരുമായിട്ടുള്ള സഖ്യത്തിലൂടെയാണ്. ആദ്യം നമ്മൾ കണ്ടു സെനറ്റേഴ്സും നൈറ്റ്സും തമ്മിലുള്ള സഖ്യത്തിലൂടെ ഒരു അരിസ്റ്റോക്രസി രൂപം കൊള്ളുന്നു. അപ്പോൾ ഇവിടെ മിഡിൽ ക്ലാസ് അരിസ്റ്റോക്രസി ഒന്നുമല്ല, അവർ ബ്യൂറോക്രസിയാണ്, മർച്ചൻസ് ആണ്, ഫാമേഴ്സ് ആണ്. ഇതെല്ലാം ചേരുന്ന തന്നെയാണ് മിഡിൽ ക്ലാസ്. It was chiefly government service and dependence on the state that sustained many of these families. മിഡിൽ ക്ലാസ് നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോണേ. ഇറ്റ് വാസ് ചീഫ്ലി ഗവൺമെൻറ് സർവീസ്, സർക്കാരിന് കൊടുക്കുന്ന സേവനം മിഡിൽ ക്ലാസിൻ്റെ നിലനിൽപ്പിന് പ്രധാനമാണ്. ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ സ്റ്റേറ്റിനോടുള്ള ആശ്രയത്വം. ദാറ്റ് സസ്റ്റെയിൻഡ് മെനി ഓഫ് ദീസ് ഫാമിലീസ്. അപ്പോൾ ഈ ഫാമിലികളെയെല്ലാം നിലനിർത്തിയിരുന്നത് സ്റ്റേറ്റിനോടുള്ള ഈ ആശ്രയത്വമാണ് മിഡിൽ ക്ലാസിൻ്റെ. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. പേഴ്സൺ ഇൻ ഇമ്പീരിയൽ സർവീസ് ആൻഡ് മിലിറ്ററി. ഇമ്പീരിയൽ എന്ന് പറഞ്ഞാൽ എംപയറിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയുള്ള സർവീസ്, മിലിറ്ററിക്ക് വേണ്ടിയുള്ള സർവീസിലുമാണ്. പ്രോസ്പെറസ് മർച്ചൻസ്, ഇവരിൽ നല്ല സമ്പന്നരായ കച്ചവടക്കാരുണ്ടായിരുന്നു. അതുപോലുള്ള പെസൻസ്, ഫാമേഴ്സ് ഉണ്ടായിരുന്നു. ദേ വെയർ പാർട്ട് ഓഫ് ഗ്രേറ്റ് സെനറ്റോറിയൽ ഹൗസ്.
ഈ സെനറ്റ് പോലുള്ള മഹാസഭകളുടെ ഒരു ഭാഗമായിട്ട് ഇവർ നിന്നു. 5th പോയിന്റ്, ഗവൺമെൻറ് സർവീസ് ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ദ സ്റ്റേറ്റ് ദാറ്റ് സസ്റ്റെയിൻഡ് ദീസ് ഫാമിലീസ്. അപ്പോൾ ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ, ഡിപ്പെൻഡൻസ് ആശ്രയത്വം, ഓൺ ദ സ്റ്റേറ്റ് ദാറ്റ് സസ്റ്റെയിൻഡ് ദീസ് ഫാമിലീസ്, ഈ ഫാമിലികളെ നിലനിർത്താൻ സഹായിച്ചത് ഇവയൊക്കെയാണ്. അപ്പോൾ നമ്മൾ സെനറ്റേഴ്സും നൈറ്റ്സും മിഡിൽ ക്ലാസ്സും പറഞ്ഞു. ദ റോമൻ സിവിലൈസേഷൻ മുമ്പിൽ വരുന്ന ഒരു പടം കൊളോസിയത്തിൻ്റെയാണ്. റോമൻ കൊളോസിയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, പഴയകാല സപ്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. അപ്പം റോമിലെ ആൾക്കാർ ഈ സർക്കസും നാടകങ്ങളും മറ്റ് ഇതൊന്നും അല്ലാത്ത വേറെ ചിലതൊക്കെ ഉണ്ടായിരുന്നല്ലേ, സിംഹങ്ങളും അടിമകളും തമ്മിലുള്ള പോരാട്ടം. അവസാനം ആ പാവപ്പെട്ട അടിമയെ സിംഹം വലിച്ചു കയറുന്നത് കണ്ടുകൊണ്ട് ഇരുന്ന് രസിക്കുന്ന റോമിലെ കുലീന വർഗം ഇതുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന കൊളോസിയമാണ് കാണുന്നത്. റോമ സാമ്രാജ്യത്തിൻ്റെ സിമ്പലായിട്ട് പല സ്ഥലത്തും നമുക്ക് ഇതേ ചിത്രം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി അടുത്ത ഹ്യൂമിലിയോസ് എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോൾ അവരാണെങ്കിൽ റൂറൽ ലേബർ ഫോഴ്സ്, ഗ്രാമീണ തൊഴിൽ ശക്തിയാണ്. മെനി വെയർ പെർമനൻ്റ്ലി എംപ്ലോയിഡ് ഇൻ എസ്റ്റേറ്റ്സ്. ഭൂരിപക്ഷം പേരും, കൂടുതൽ പേരും സ്ഥിരമായി എസ്റ്റേറ്റുകളിലേക്ക് തൊഴിലാളികളാണ്. വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് മൈൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞില്ല അവർക്ക് ഒരുപാട് ഇൻഡസ്ട്രി മൈൻസ് ഒക്കെ ഉണ്ടെന്ന്, ഖനികളും വ്യവസായങ്ങളും ഒക്കെ, അവിടത്തേക്ക് തൊഴിലാളികളാണ്. മൈഗ്രൻ്റ് വർക്കേഴ്സ്, കുടിയേറ്റ തൊഴിലാളികൾ. ലേബർ ഫോർ ഗ്രെയിൻ ആൻഡ് ഒലിവ് ഹാർവസ്റ്റ് ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ എന്തിലേക്കാണെന്ന് നോക്കി, ഫോർ ഗ്രെയിൻ ധാന്യങ്ങളെ കൃഷി ചെയ്യുന്നതിൽ, ആൻഡ് ഒലിവ് ഹാർവസ്റ്റ് ഒലിവ് വിളവെടുക്കുന്നതിൽ, ആൻഡ് ബിൽഡിംഗ് ഇൻഡസ്ട്രി നിർമ്മാണ മേഖലയിലേക്ക് തൊഴിലാളികളായിരുന്നു. കാഷ്വൽ ലേബേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് ആർട്ടിസാൻസ്. അപ്പോൾ തൊഴിലാളികളാണ്. അതുപോലെ തന്നെ കൈത്തൊഴിലുകൾ, ഒരുപാടായിട്ടുള്ള കൈത്തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം കൂടാണ്. ഹ്യൂമിലിയോസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. 5 പോയിന്റ്. അപ്പോൾ ഇത് 6 പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോയിന്റായിട്ട് എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ റോമ സാമ്രാജ്യത്തിലെ സോഷ്യൽ ഹൈറാർക്കിയിലെ സെനറ്റേഴ്സായി, അത് കഴിഞ്ഞ് ലീഡിംഗ് മെമ്പേഴ്സ് ഇൻ ദ ഇക്വസ്റ്റേറിയൻ ക്ലാസ്സായി, റെസ്പെക്റ്റബിൾ സെക്ഷൻ ഓഫ് ദ മിഡിൽ ക്ലാസ്. നെക്സ്റ്റ് ദ അൺകംഡ് ലോവർ ക്ലാസ് ഹൂ വെയർ അഡിക്റ്റഡ് ടു ദ സർക്കസ് ആൻഡ് തിയേറ്ററിക്കൽ ഡിസ്പ്ലേ. അതും കഴിഞ്ഞ് തൊട്ടടുത്താണ് സ്ലേവ്സ്. അത് നമ്മൾ അധികമായിട്ടൊന്നും പഠിക്കുന്നില്ല. സ്ലേവ്സിനെ പറ്റി, എങ്ങനെയാണ് അവിടെ സ്ലേവ്സ് ഉണ്ടാവുന്നത്, അവരെ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, സ്ലേവ്സിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്ന് ആൾക്കാർ പറഞ്ഞിരുന്നത്, ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സോഷ്യൽ ഹൈറാർക്കിയിലെ ഏറ്റവും താഴെ വരുന്ന സ്ലേവ്സ്, ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കിയോളൂ. സ്ലേവ്സ് ഈസ് ദ ലോവസ്റ്റ് ക്ലാസ് ഓഫ് റോമൻ എംപയർ, നമുക്കറിയാവുന്നതാണ്. അടുത്ത വരി നമ്മൾ അധികം കേട്ട വരിയല്ല, നമുക്ക് വലിയ പ്രാധാന്യമുള്ളതുമല്ല. ഒളിമ്പിയോഡസ്, 5th century ഹിസ്റ്റോറിയൻ, അരിസ്റ്റോക്രസി ഗോട്ട് മച്ച് ഇൻകം. അപ്പോൾ 5ാം നൂറ്റാണ്ടിലെ ഹിസ്റ്റോറിയൻ പറഞ്ഞേക്കുന്നു, അരിസ്റ്റോക്രസി ശക്തമായ സമ്പത്ത് അങ്ങ് നേടുകയാണ്. ലേറ്റ് റോമൻ ബ്യൂറോക്രസി ഗോട്ട് മച്ച് ഗോൾഡ് ഇൻ ദ ഫോം ഓഫ് സാലറി. അപ്പോൾ ഈ അടിമകളെയൊക്കെ നിർത്തിയുള്ള പണം കൊണ്ട് റോമിലെ ബ്യൂറോക്രസി ഇഷ്ടം പോലെ പണം ഗോൾഡായിട്ട് തന്നെ സ്വരൂപിക്കുന്നു. ഗോൾഡായിട്ട് മാത്രമല്ല, ഇവർ സ്വത്തുകൾ ആ കാലത്ത്, ഇന്നത്തെ കാലത്തെ റിയൽ എസ്റ്റേറ്റ് മേഖല പോലെ തന്നെ ഈ ബ്യൂറോക്രസി സ്വത്തുകൾ വാരിക്കൂട്ടിയതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ സാമൂഹിക ശ്രേണികൾ. ശരി, ശേഷം അടുത്ത ക്ലാസ്സിൽ.